അതെ, എന്നെ പോലെ പച്ച ആപ്പിൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരാം കേട്ടോ. ഇവിടെ ഇറ്റലിയിൽ മേലാക്കോത്ത എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ആപ്പിൾ കൊണ്ട് ഉണ്ടാക്കണതാണ് കേട്ടോ. അപ്പോൾ ഈ പച്ചയ്ക്ക് ആപ്പിൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത എനിക്ക് ഇതൊരു നല്ല ഐഡിയ ആയിട്ടാണ് തോന്നുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പല രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതുപോലെ അപ്പച്ചെമ്പിനകത്തേക്ക് വെള്ളം തിളയ്ക്കാൻ വെക്കും. വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതാ ആപ്പിൾ എടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ വെച്ചു കൊടുക്കും. നമുക്ക് എത്ര എണ്ണം, ഞാനിപ്പോൾ 4 ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇത് ആവി കയറി നന്നായിട്ട് വേവണം. വെന്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിൻ്റെ ഈ തൊലി ഇങ്ങനെ പൊളിച്ച് കളഞ്ഞിട്ട് കഴിക്കാനായിട്ട് അടിപൊളിയാ. ഇവിടെ ഉണ്ടല്ലോ, ഇതിനതിൻ്റെ മുകളിലേക്ക് പഞ്ചസാര വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ തേനില്ലേ അത് ഒഴിച്ചിട്ടൊക്കെ വേവിക്കാൻ വെക്കും. പിന്നെ ഇതൊന്നും അല്ലാതെ വൈനും വെച്ചിട്ടുണ്ടാക്കും കേട്ടോ. വൈൻ റോസ് വൈൻ ഇല്ലേ, അതോ ഒക്കെ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ, കഴിച്ച് നോക്കിയാൽ മതി. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയാമോ? വയസ്സായ ആളുകൾക്കൊക്കെ ഇത് കടിച്ച് തിന്നാൻ ഭയങ്കര പാടായിരിക്കുമല്ലോ ഫ്രഷ് ആപ്പിൾ ആവുമ്പോൾ. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ പല്ലില്ലെങ്കിലും അമ്മച്ചിമാർക്കൊക്കെ കഴിക്കാം, കുഞ്ഞു പിള്ളേരെ കഴിക്കുന്നത് പോലെ. പിന്നെ വയറ്റിൽ നിന്ന് പോകാനും ഇതിങ്ങനെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ വയസ്സായവർക്കൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞു പിള്ളേർക്ക് ആപ്പിൾ കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളുമായിരിക്കും. ശരിക്കും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ പൾപ്പ് കിട്ടത്തില്ലേ, അതുപോലെ ആയി കിട്ടും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ആപ്പിളിൻ്റെ അവസ്ഥ എന്തായെന്ന് നോക്കിയാലോ. കണ്ടോ, ഇതാ നോക്കിക്കേ, ഇതിന്റെ തൊലി നന്നായിട്ട് ഇങ്ങനെ അടർന്നു വന്നേക്കുന്ന കണ്ടോ. ഇനി ഇത് പൊളിച്ചിട്ട് ആറി കഴിയുമ്പോൾ നമുക്ക് കഴിക്കാട്ടോ. ഇതിന്റെ മുകളിൽ വൈൻ ഒഴിച്ചോ പഞ്ചസാര അലിയിപ്പിച്ചോ അല്ലെങ്കിൽ നമ്മുടെ തേനില്ലേ അതൊഴിച്ചോ ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഒഴിക്കുവാണെങ്കിൽ കുറച്ച് ടേസ്റ്റ് ആയിരിക്കും. അതും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. ഇത് കണ്ടോ, ഇതിന്റെ തൊലിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വിടർന്ന് വന്നിട്ടുണ്ട്. ഇതാ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ പൊളിച്ചെടുക്കാം. ഞാനിതിനകത്ത് എക്സ്ട്രാ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. പഞ്ചസാരയോ വൈനോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ചുമ്മാ ഇത് ആപ്പിൾ മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ടോ, ഇതാണ് സംഭവമേ. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആവി പോകുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് വായിലോട്ട് വെക്കാൻ ഇച്ചിരി പേടിയുണ്ട് കേട്ടോ. ആദ്യം നമുക്കിത് കഴിക്കുമ്പോൾ അയ്യെന്ന് തോന്നും കേട്ടോ. ഞാൻ ആദ്യം കേട്ടപ്പം വിചാരിച്ചായിരുന്നു, പക്ഷെ ഇത് കഴിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പച്ചാപ്പിൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ, അടിപൊളിയാവും. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.